Hello friends, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 30 ഡേയ്സ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ 5 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വരാൻ വേണ്ടി പോകുന്നത് നാളെ ഡേ 6ൽ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തിട്ട് പഠിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടെ ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ ഇന്ന് ഡേ 5ൽ ഇട്ടിട്ടുണ്ടായിരുന്ന ക്ലാസ് എല്ലാവരും കണ്ട് എല്ലാവരും ഡേ 5 ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡേ 6ൻ്റെ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വേഗം നോക്കാം. ഓക്കെ, അപ്പോൾ ഡേ 6ൽ നാളെ പഠിക്കേണ്ട ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പ്, അമെൻമെൻറ്റ്സ്, പഞ്ചായത്തി രാജ്, ഇത്രയാണ് നാളെ പഠിക്കേണ്ടത് കേട്ടോ. സിറ്റിസൺഷിപ്പ്, അമെൻമെൻറ്റ്സ്, പഞ്ചായത്തി രാജ്. പിന്നെ സിവിക്സിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ആക്ട്സ് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, വനിതാ ശിശു വയോജന ക്ഷേമ പദ്ധതികൾ, ഇത്രയും ടോപ്പിക്സ് ആണ് സിവിക്സിൽ പഠിക്കേണ്ടത്. പിന്നെ പഠിക്കേണ്ടത്, അതായത് ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന SCERT ചാപ്റ്റേഴ്സാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. 6th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ഉൽപാദന പ്രക്രിയയിലൂടെ, അതുപോലെ തന്നെ 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 10 ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ, 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് ഹിസ്റ്ററിയിൽ ചാപ്റ്റർ 10 ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും, 10th സ്റ്റാൻഡേർഡിൽ തന്നെ സോഷ്യൽ സയൻസ് 2 ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 9 രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും, 10th സ്റ്റാൻഡേർഡിൽ തന്നെ സോഷ്യൽ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 10 പൗരബോധം. ഇത്രയുമാണ് 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കേണ്ടത്. ദെൻ +1 പൊളിറ്റിക്കൽ സയൻസ് രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 6 പഠിക്കുക, പൗരത്വം എന്ന് പറയുന്ന ചാപ്റ്ററും കൂടെ പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി കമ്പ്യൂട്ടർ സയൻസിൽ നാളെ പഠിക്കേണ്ടത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. മാത്സിൽ ലാഭവും നഷ്ടവും, ഇംഗ്ലീഷിൽ എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, മലയാളത്തിൽ പര്യായം, കറണ്ട് അഫയേഴ്സ് 2021 ഏപ്രിൽ ആൻഡ് മെയ്, ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ നമ്മുടെ വീഡിയോസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ SCERT നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് അവിടെ കിടപ്പുണ്ടാവും, അത് നിങ്ങൾ കണ്ടുപഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് എന്നത്തെയും പോലെ. പിന്നെ സിവിക്സിൻ്റെ ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് SCERT ടെക്സ്റ്റ് ബുക്ക്, കംപ്ലീറ്റ് SCERT ചാപ്റ്റേഴ്സും ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും, ഉൽപാദന പ്രക്രിയയിലൂടെ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും, ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കണ്ടു പഠിക്കാവുന്നതാണ്. ഇതിൻ്റെയും നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 6 പൗരത്വം, അത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നാളെ തന്നെ അത് എടുത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് കേട്ടോ. നാളെ ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഉൾപ്പെടുത്താം. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, അത് നമ്മൾ നാളെ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ മാത്സിലെ ലാഭവും നഷ്ടവും നമ്മൾ ഓൾറെഡി ക്ലാസ് റൂം സെഷനായിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. ലാഭവും നഷ്ടവും 2-3 വീഡിയോ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ അത് കണ്ട് പഠിക്കുക. പിന്നെ ഇംഗ്ലീഷിലെ എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ് ആണ്, അത് നമ്മൾ നാളെ മുൻവർഷ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ നാളെ ചെയ്യുന്നതാണ്. മലയാളത്തിലെ പര്യായം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. SCERT ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് പര്യായ പദങ്ങൾ 5 മുതൽ 10 വരെയുള്ള എല്ലാ പര്യായ പദങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. മലയാളത്തിലെ പര്യായ പദങ്ങൾ കംപ്ലീറ്റ് SCERT 5 മുതൽ 10 വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, അത് കണ്ട് പഠിച്ചാൽ മതി. പിന്നെ കറണ്ട് അഫയേഴ്സ് 2021 ആണ് ഏപ്രിൽ ആൻഡ് മെയ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുക്കാം. അതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാളെ ഡേ 6ലേക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നാളെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ആയിട്ടുള്ള ക്ലാസ്സും കൂടെ ചെയ്യും. അപ്പോൾ അത് കണ്ട് പഠിക്കുക. അപ്പോൾ ഈ ടൈം ടേബിളിൻ്റെ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്